ഹലോ എവരിവൺ, ഉച്ചയോട് കഴിഞ്ഞ് പുറത്തിരിക്കുകയാണ് ഞാൻ. ഒരുപാട് നേരം കേട്ടോ. പിന്നെ എൻ്റെ അനിയനെ നീത്തിടും വഴക്കൊക്കെ കൂടി പപ്പയുടെ അമ്മയോടും കള്ളത്തിലും വന്ന് പറഞ്ഞ് വന്ന പോക്കാണിത്. ആക്ച്വലി ഈ ഒരു കോഫി എവിടെ നിന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കഷ്ടപ്പെട്ട അമ്മാമ്മയുടെ കാല് പിടിച്ച് ഈ ഒരു തണുപ്പിച്ച നേരത്തെ കോഫി എടുക്കുകയാണ്. നല്ല രുചിയാ, പെട്ടെന്ന് തന്നെ കുടിക്കണം എന്നൊക്കെ മുഖം കൊണ്ട് വയലേക്ക് വെച്ചുള്ളൂ. ദൈവമേ, എൻ്റെ അണ്ണാക്ക് പൊള്ളി. അമ്മാതിരി ചൂടാണ്. അല്ല, ആ കാര്യം ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ചെന്നാൽ നമ്മുടെ ഗാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ കാട്ടുതൊട്ടിൽ, അതെ, അവിടെ ചെന്നേരം ചിലവഴിച്ചു. എൻ്റെ പൊന്നോ, ഒടുക്കത്തെ വെയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഓടിച്ചാടി കയറി വന്നു. മേലോനെ പറ്റി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി. മേലോതാ നമ്മുടെ സുന്ദരി കുട്ടിപ്പായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അവളെ ആ കൂടിൽ നിന്ന് നമ്മൾ പുതിയ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതായത് ഇതുപോലെ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് മേലോക്ക് പുറത്തിട്ട് കളിക്കാം. പക്ഷേ എന്ത് കാര്യം എന്ന് വെച്ചാൽ അവൾ നമ്മൾ പുറത്തേക്ക് ഇടുമ്പോൾ അവളത്ര നല്ല കുട്ടിയൊന്നുമില്ല. അവൾ ആ ഉള്ളും കായും കഴിച്ച് ഒറ്റ ചാട്ടം ചാടി പുറത്തേക്ക് വരും കേട്ടോ. വീണ്ടും ഞാൻ കൂടെ അടക്കുന്ന പോലെ അവൾ പറ്റിച്ചു. അവൾ ആകെ സങ്കടത്തോയി. ദൈവം ഇപ്പം അത് കടിച്ചു പൊട്ടിക്കും എന്നുള്ള ദേഷ്യമാണ് അവൾക്ക്. പിന്നെ ഞാൻ കുറേ നേരം നോക്കിയിട്ട് വീണ്ടും അത് അടക്കണ പോലെ കാണിച്ചു. അവൾ ആകെ പിണക്കത്തിലായിട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും പോയി അത് തുറന്നു. അല്ലെങ്കിൽ എൻ്റെ മെലോനെ പിണക്കം പറ്റണായി ഞാൻ അവൾക്ക് എന്തൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടി വരും. ദൈവമേ, നോ രക്ഷ. മെലോക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തോടെ എന്നോട് എൻ്റെ ഫ്രണ്ട് ചോദിച്ചായിരുന്നു. എനിക്കറിയില്ല എന്താ വേണ്ടതെന്ന്. ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കാം, പക്ഷേ അത് 2 ദിവസം കൊണ്ട് ചീത്തയാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പുറകേത്തിരുന്നു. എന്തായാലും വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ പപ്പയുടെ കാറിൽ കയറി കളിക്കാറുണ്ട് കേട്ടോ. എനിക്കറിയാടോ അതൊക്കെ നല്ലതല്ല, സേഫ്റ്റി ഒന്നും അല്ലെന്ന്. പക്ഷേ ബോറടിച്ചിരിക്കുമ്പോൾ പപ്പയുടെ കഷ്ടപ്പെട്ട് പപ്പ കാടാതെ കാറിൽ കയറി കളിക്കും. അല്ല, കളിയെന്ന് വെച്ചാൽ രാവിലെ ഡ്രൈവറാണെന്നല്ലേ എൻ്റെ വിചാരം. എന്തിനാ ഇപ്പം ഡബ് ചെയ്യണത് തന്നെ ഈ കാറിനുള്ളിൽ ഇരുന്നിട്ടാണോ? ഈ വലിയ സ്കൂൾ ബസ് ഓടിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നും കേട്ടോ. എനിക്കും തോന്നുന്നു ഈ സ്കൂൾ ബസ്സൊക്കെ ഓടിച്ച് പോവാൻ. എന്തായാലും സ്കൂൾ ബസ്സിൽ സീറ്റിലിരിക്കുന്ന എനിക്ക് എങ്ങനെ സ്കൂൾ ബസ് ഓടിക്കാൻ പറ്റും എന്ന് ആലോചിച്ച് ഒരു മണ്ടത്തിൽ ഇരിപ്പാണ് ഈ കാണുന്ന ഇരിപ്പ്. എന്തായാലും ഇത്രയുള്ള വീഡിയോസ്. ബൈ.